എന്താണ് അവിടെ സംഭവിക്കുന്നത്? സ്മിത, വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളാണ് നടക്കുന്നത്. ഇത് രാവിലെ മുതലേ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ പാലസ്തീൻകാരുടെ പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. എയർപോർട്ടിന് പുറത്ത് പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. പലസ്തീൻ ജനതയുടെ പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ഈ കാര്യത്തിൽ ചർച്ചകൾ നടക്കുന്നു, സമാധാന ശ്രമങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോഴും അത്തരം സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. ഓരോ ദിവസവും ഗസയിൽ നൂറുകണക്കിന് ആളുകൾ പട്ടിണി മൂലം മരിക്കുന്നു, ഒപ്പം ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു. വല്ലാത്ത പ്രതിസന്ധിയിലൂടെ, ദുരിതത്തിലൂടെ കടന്നു പോകുമ്പോഴും ഇതിന് പരിഹാരമാകുന്നില്ല എന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധം ലോകവ്യാപകമായി തന്നെ നടക്കുന്ന സാഹചര്യമുണ്ട്. ഇന്നിപ്പോൾ ഇരു നേതാക്കളും തമ്മിൽ, പുടിനും ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടന്ന ചർച്ച, അതിനുശേഷം പുറത്തേക്ക് ഇരു നേതാക്കളും പോകുന്നു. അവിടെയാണ്, ആ എറോഡ്രാമിന് പുറത്താണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം അരങ്ങേറുന്നത്. മധു കൊട്ടാരക്കര നമ്മളോടൊപ്പം തത്സമയ വിവരങ്ങളുമായി ചേരുകയാണ്. മധു, എന്താണ് ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെയാണ് മധു? വിജിത്ത്, ഗുഡ് മോർണിംഗ്. വലിയ തോതിലുള്ള പ്രതിഷേധം, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ ഈ ആൻക്രേജില് വന്നിരുന്നു. അതെല്ലാം വലിയ രീതിയിൽ മാധ്യമ ശ്രദ്ധ നേടുകയും ചെയ്തു. അവർ അല്പം മണിക്കൂർ മുന്നെയാണ് ഈ കൂടിക്കാഴ്ച കഴിഞ്ഞ ഉടനെയാണ് ഇത് വിട്ടുപോയത്. എന്നിരുന്നാൽ തന്നെയും ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾ ഈ നഗരത്തിന്റെ, ഈ വ്യോമസേനാ കേന്ദ്രത്തിന്റെ മുമ്പിലും ഇതിന്റെ ചുറ്റുവട്ടത്തുമായിട്ട് ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇവിടെ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയത്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു US പ്രസിഡന്റും മറ്റൊരു രാജ്യത്തിന്റെ ഭരണാധിപനും തമ്മിൽ ചർച്ച നടക്കുമ്പോൾ B2 ബോംബറുകളായിരുന്നു ഈ വ്യോമസേന കേന്ദ്രത്തിനെ വലയം ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കറിയാം, ഇറാൻ ആക്രമണത്തിനായിട്ട് മാത്രം പുറത്തു വന്ന ഈ B2 ബോംബറുകളൊക്കെ ഒരു വ്യോമസേനാ കേന്ദ്രത്തിന്റെ ചുറ്റും വട്ടമിട്ട് പറക്കുമ്പോൾ എന്തുമാത്രം സുരക്ഷ ഉറപ്പുവരുത്തണം ഈ രണ്ട് ഭരണാധിപന്മാർ തമ്മിൽ ലോകത്തിന്റെ മറ്റൊരു വശത്ത് നടക്കുന്ന ഒരു യുദ്ധത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ. അതുകൊണ്ട് തന്നെ എല്ലാ ഇവിടോട്ടുള്ള പ്രവേശനം തന്നെ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടായിരുന്നു അവരെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നല്ല സുരക്ഷ ഒരുക്കിയാണ്. തന്നെയല്ല, ഈ വ്യോമസേനാ കേന്ദ്രം ഒരുപക്ഷെ 85,000 ഏക്കറുള്ള 32 ബില്യൺ ഡോളറിന്റെ ആയുധങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഒരു വ്യോമസേനാ കേന്ദ്രമാണ്. പുടിന്റെയും കൂടെ സമ്മതം ഉണ്ടായിട്ടുള്ള വേണം ആ ഒരു സമ്മതം നേടിയെടുക്കുകയും അത്ര എളുപ്പമല്ലായിരുന്നു. പക്ഷേ ഈ ഉഭയകക്ഷി ചർച്ച ഇവിടെ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് അല്പം മണിക്കൂറുകൾക്ക് മുമ്പ് അവസാനിച്ചിരിക്കുകയാണ്. ശ്രീജിത്ത്, സ്മിത.